നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു പതിറ്റാണ്ടായി മലയാളികൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ ചാനലുകളിൽ നിറയുന്നത്. പിണറായി വിജയൻ ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു എന്ന് ജനങ്ങൾ. മറുവശത്തിത കേരളത്തിലെ CPM പാർട്ടി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടി നിലനിൽപ്പിനു വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് എന്ന് മുതിർന്ന നേതാക്കൾ. വീണ തായ്ക്കണ്ടിയിൽ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്തത് AKG സെൻറ്ററിൻ്റെ പേരിൽ. AKG സെൻറ്ററിൻ്റെ മേൽവിലാസത്തിലാണ് ഈ കമ്പനി നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇനി AKG സെൻറ്ററിലേക്ക് എത്തുമോ എന്ന് പാർട്ടി ഭയക്കുന്നു. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ CPM പാർട്ടി അറബിക്കടലിൽ പതിക്കും. അതിനു മുൻപ് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും താങ്ങി നിർത്തണം. വലിയ തോതിൽ പാർട്ടി അണികളും സഖാക്കളും ഇപ്പോൾ തെരുവിലേക്കിറങ്ങി. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ വലിയ സന്നാഹമാണ് പാർട്ടി ഒരുക്കിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലും വലിയ സമരാവേശം. പല സ്ഥലങ്ങളിലും പ്രകടനക്കാരെയും പ്രതിഷേധക്കാരെയും നിയന്ത്രിക്കാൻ CRPF കളത്തിലിറങ്ങി. CRPFനെ തൊട്ടാൽ അത് തീക്കളിയാകുമെന്ന് മുതിർന്ന നേതാക്കൾ പാർട്ടി സഖാക്കളെ ഓർമ്മപ്പെടുത്തുന്നു. കേരള പോലീസിനെ മാന്തുന്നത് പോലെയല്ല CRPFനെ തോണ്ടുന്നത്. അവരുടെ കയ്യിൽ യന്ത്രത്തോക്കുകളുണ്ട്. എടുത്ത് പൂശിയാൽ അത് താങ്ങില്ല എന്ന് പാർട്ടി സഖാക്കളെ മുതിർന്ന സഖാക്കൾ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാസ ലോകം കേരളത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്നു. അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ രാത്രിയിലാണ്. യൂറോപ്യൻ നാടുകൾ രാത്രിയിലേക്ക് കടക്കുന്നു. എന്നിട്ടും ജനം ഉറങ്ങാതെയിരുന്ന് ചാനലുകൾക്ക് മുന്നിൽ കണ്ണു നട്ടിരിക്കുന്നു. മുൻപൊന്നും ഒരു വാർത്തയ്ക്കും ലഭിക്കാത്ത പ്രാധാന്യമാണ് പിണറായി വിജയൻ്റെ വീടുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുമ്പോൾ ആ വാർത്തയ്ക്ക് ലഭിക്കുന്നത്. ഇപ്പോഴിതാ പിണറായി വിജയനെ പ്രതി ചേർക്കുമെന്ന് ED പത്രക്കുറിപ്പിലൂടെ സൂചന നൽകി. പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും അറസ്റ്റ് ചെയ്യും എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പിണറായി വിജയനെയും വീണ വിജയനെതിരെയും കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ലഭിച്ചില്ല എങ്കിൽ ഇത്തരമൊരു റെയ്ഡ് സംഘടിപ്പിക്കുക എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അത്ര എളുപ്പമല്ല. പിണറായിയെയും വീണ വിജയനെയും പ്രതിപ്പട്ടികയിൽ ചേർത്തു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇരുവരും അറസ്റ്റിലാകും എന്ന സൂചനകൾ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവരെ അറസ്റ്റ് ചെയ്താൽ കേരളത്തിൽ വലിയ സ്ഫോടനങ്ങളുണ്ടാകുമെന്നാണ് പാർട്ടി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ED സംഘത്തിലുള്ളവരെ ഭയപ്പെടുത്തും തലത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ED സംഘടിപ്പിച്ചിരിക്കുന്ന റെയ്ഡിന് പിന്നിൽ VD സതീശൻ്റെ നീക്കങ്ങളാണ് എന്ന് CPM നേതാക്കൾ ആരോപണം ഉന്നയിച്ചു. മോദിയും VD സതീശനും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ. ഇത്തരമൊരു ആരോപണം ആദ്യം ഉന്നയിച്ചത് P ജയരാജൻ. തൊട്ടു പിന്നാലെ MV ഗോവിന്ദനടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആരോപണവുമായി കളത്തിലിറങ്ങി. ED റെയ്ഡിൽ കേരള പോലീസിന് ഒരറിവുമില്ല. പോലീസ് സഹായം തേടിയിട്ടില്ല. കേന്ദ്രസേനകളുടെ സുരക്ഷയിലാണ് പരിശോധന. നേരത്തെ കൂട്ടുകെട്ടുണ്ടാക്കിയവർക്ക് ഇപ്പോൾ എന്തുപറ്റി എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. കേരള പോലീസിനോട് ഇതുവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരുവിധ സഹായവും തേടിയില്ല എന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികളാണ് റെയ്ഡ് സംഘടിപ്പിക്കുന്നത്. ഇതിന് സംസ്ഥാന സർക്കാരുമായി ഒരുവിധ ബന്ധവുമില്ല. കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിനെ തങ്ങൾ വലിയ സീരിയസ് ആയി കാണുന്നില്ല എന്ന് K മുരളീധരൻ പറഞ്ഞു. മന്ത്രി K മുരളീധരൻ വളരെ കൃത്യതയോടെയാണ് ഇന്ന് പ്രതികരിച്ചത്. UDF ആണ് കേരളം ഭരിക്കുന്നത്. നാളെ ED ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിലും എത്തിയേക്കാം. ഞങ്ങൾ EDയെ അത്ര വകവയ്ക്കുന്നില്ല. റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികളോടാണ് ചോദിക്കേണ്ടതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടത് കേരളത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. കേരളമാകെ അതിശക്തമായ പ്രതിഷേധത്തിന് CPM ശ്രമം തുടങ്ങി. പല സ്ഥലങ്ങളിലും അണികളെ തെരുവിലിറക്കി അതിശക്തമായ പ്രക്ഷോഭം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ടു പിന്നാലെ അണികളെ ഇത്ര വേഗത്തിൽ തെരുവിലേക്കിറക്കാൻ CPMന് കഴിഞ്ഞു എന്നതാണ് ED റെയ്ഡിൻ്റെ മറ്റൊരു ഭാഗം. സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ CPM തുടക്കമിട്ടത്. വേട്ടയാടലിന് പിന്നിൽ UDFന് പങ്കുണ്ടോ എന്ന സംശയം ശക്തമാണെന്ന് MA ബേബി വ്യക്തമാക്കുന്നു. പിണറായിയോ CPMനെയോ ഭയപ്പെടുത്താനാകില്ല എന്നാണ് MA ബേബി പ്രതികരിച്ചത്. ഇവിടെ പാർട്ടി അണികൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. മുൻപ് ബിനീഷ് കൊടിയേരിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കമുണ്ടായപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. എന്തുകൊണ്ട് കോടിയേരിയോ കോടിയേരിയുടെ മക്കളെയോ കുടുംബത്തെയോ അന്ന് സംരക്ഷിച്ചില്ല? വീണ വിജയനെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്വം എന്നൊരു കൂട്ടർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നു. പിണറായി വിജയൻ്റെ മകളായി എന്നതിൻ്റെ പേരിൽ എന്തിന് വീണയ്ക്ക് സംരക്ഷണമൊരുക്കുന്നു? സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല എന്ന മുഹമ്മദ് റിയാസിൻ്റെ നിലപാട്. മറുവശത്ത് നാലുപാടും പ്രതിഷേധമുയർത്തി EDയെ വിരട്ടി ഓടിക്കുകയാണ്
CPMന്റെ ലക്ഷ്യം. അത് എത്ര കണ്ട് ഫലപ്രാപ്തിയിലെത്തും? കേരളമാണെ സൂക്ഷിച്ചോ, EDയെ ഞങ്ങൾ കത്തിക്കും തുടങ്ങി രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ പല പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായും ഉയർന്നു കേൾക്കുന്നു. EDയെ വീട്ടിലിട്ട് തീർക്കാൻ മറ്റു ചിലർ ആഹ്വാനം ചെയ്യുന്നു. പ്രതിഷേധക്കാരും CRPFും നേർക്കുനേർ നിൽക്കുമ്പോൾ കേന്ദ്രസേന തോക്കെടുക്കുമോ എന്ന ഭയമാണ് മാധ്യമപ്രവർത്തകർക്കും. വല്ലാത്ത കാഴ്ചകൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും വീടുകളിലെ ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിക്കുന്നു. പിണറായി വിജയനെയും CPMനെയും അങ്ങനെ ദുർബലപ്പെടുത്താനാകില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ്റെ പ്രതികരണം. പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള ED നീക്കങ്ങളുടെ പേരിൽ എന്തിനാണ് പാർട്ടിക്ക് ഇത്ര പൊള്ളുന്നത്? അതല്ല, പാർട്ടിക്ക് എന്തെങ്കിലും മൂടി വയ്ക്കാനുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ എങ്ങനെ ഈ ഗോവിന്ദൻ ന്യായീകരിക്കും? പിണറായി വിജയൻ്റെ വീടിന് മുന്നിലെത്തി CPMന്റെ മുതിർന്ന നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധ ധർണ നയിക്കുന്നു. മറുവശത്ത് പാർട്ടി അണികൾ അതിശക്തമായ മുദ്രാവാക്യം വിളി മുഴക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ ഭയപ്പെടുത്താൻ നോക്കുന്നു. ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീടിൻ്റെ മുന്നിലിരുന്നാണ് ഇപ്പോൾ CPM നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ സമരം നടത്തുന്നത്. KK ജയചന്ദ്രൻ, മുൻ മന്ത്രി V ശിവൻകുട്ടി, V ജോയി MLA, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. MV ജയരാജൻ, P ജയരാജൻ, KK രാഗേഷ് തുടങ്ങിയവർ മറുവശത്ത് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നു. ED വേട്ട CPMനോട് വേണ്ട എന്ന ബാനറുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. പിണറായി വിജയൻ്റെ വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിലാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോഴുള്ളത്. തലസ്ഥാനത്തെ പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിൽ നിന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രോശിച്ച് CPM പ്രവർത്തകർ അടുത്തു. സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നേതാക്കൾ. CRPFന്റെ കയ്യിലിരിക്കുന്നത് തോക്കാണെന്നും ഓർമ്മ വേണമെന്നും പ്രവർത്തകരോട് നേതാക്കൾ. എറണാകുളത്ത് മുൻമന്ത്രി P രാജീവ്, ജില്ലാ സെക്രട്ടറി S സതീഷ്, M സ്വരാജ് എന്നിവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കേരള പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവുമില്ല എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നു. ഇതിനിടയിൽ PM മുഹമ്മദ് റിയാസ് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഭയപ്പെട്ട് നിൽക്കുകയാണ് റിയാസ് പോലും. ED റെയ്ഡ് തുടരുന്ന പിണറായി വിജയൻ്റെ പിണറായിയിലെ വീടിന് മുന്നിൽ CRPF തോക്കുകളുമായി നിരന്നു നിൽക്കുന്നു. പാർട്ടി സഖാക്കൾക്ക് സ്വന്തം പാർട്ടി ഗ്രാമമായിട്ട് പോലും വീടിനടുത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ വയ്യാത്ത അവസ്ഥ. എല്ലാം തകരുകയാണ് എന്ന പൊതുബോധ്യം പാർട്ടിയെ തെരുവിലേക്ക് ഇളക്കിവിടുന്നു. പിണറായി വിജയൻ്റെ കൺമുന്നിൽ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പിണറായി വിജയനിൽ നിന്നും മൊഴിയെടുത്തു. ഒരു വലിയ വമ്പൻ്റെ വീഴ്ചയാണ് കേരളം ആഘോഷിക്കുന്നത്. 10 വർഷക്കാലം കേരളം അടക്കി ഭരിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നു. CPM പ്രതിഷേധങ്ങളെ ഒരു പരിഹാസച്ചിരിയോടെ നോക്കിക്കാണുകയാണ് ED സംഘം. തങ്ങൾ തുടങ്ങിവെച്ച ജോലി തീർത്തേ മടങ്ങൂ എന്ന വാശി അവരുടെ മുഖത്തുണ്ട്. കേരളത്തിൽ 10 ഇടങ്ങളിലും കേരളത്തിന് പുറത്ത് 2 ഇടങ്ങളിലുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. കേസിൽ ED അന്വേഷണം തുടരാം എന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയായിരുന്നു ഇത്തരം മിന്നൽ നടപടികൾ. അച്ഛനായിപ്പോയി എന്നതിൻ്റെ പേരിൽ പിണറായി വിജയനെതിരെ കേസെടുക്കാൻ പറ്റില്ല എന്നാണ് MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പ്രവർത്തകരോട് തെരുവിൽ പ്രതിഷേധം നടത്താൻ CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ ലോക്കൽ മേഖലകളിലുമടക്കം ജനകീയ പ്രതിഷേധം നടത്തുന്നതിനൊപ്പം മുഴുവൻ ബ്രാഞ്ചുകളിലും പന്തം കൊളുത്തി പ്രതിഷേധം നടത്താൻ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ആഹ്വാനം. അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. റെയ്ഡ് നടക്കുന്ന പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടിന് മുന്നിലും കോഴിക്കോട് റിയാസിൻ്റെ വീടിന് മുന്നിലും അതിശക്തമായി പാർട്ടി അണികളെ ഇറക്കി പ്രതിഷേധം തീർക്കുകയാണ് CPM. റെയ്ഡിലൂടെ നടത്തുന്നത് പിണറായിക്കെതിരെയുള്ള ആക്രമണമല്ല, ഇത് CPMനെതിരെയുള്ള ആക്രമണമാണ് എന്ന് ഗോവിന്ദൻ വിശദീകരിച്ചു. വീണ വിജയൻ മകളായി എന്നതിൻ്റെ പേരിൽ പിണറായിക്കെതിരെ കേസെടുക്കാനാവില്ല. വലിയ സഹനവും കടന്നാക്രമണങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് പിണറായി മുഖ്യമന്ത്രി വരെ എത്തിയത്. പിണറായിക്കെതിരെയുള്ള കേസായി ഞങ്ങൾ ഇതിനെ കാണുന്നില്ല. പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണത്തിൻ്റെ ഏറ്റവും അവസാന ആയുധമാണിത്. ഇത്തരം നീക്കങ്ങളെ എപ്പോഴും CPM ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട്. ജനകീയമായും നിയമപരമായും ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെ CPM തോൽപ്പിക്കുമെന്നാണ് MV ഗോവിന്ദൻ്റെ മുന്നറിയിപ്പ്. പാർട്ടിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയനെ തകർത്തുകൊണ്ടേ സാധിക്കൂ എന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് MV ഗോവിന്ദൻ.
പിണറായിയെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ ആക്രമണത്തിലൂടെ ദുർബലപ്പെടുത്താമെന്ന് കരുതുന്നു എങ്കിൽ അവർക്ക് തെറ്റി. കേന്ദ്ര ഏജൻസികളുടെ ആക്രമണത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുണയ്ക്കുകയാണ് എന്ന് MP ഗോവിന്ദൻ പറഞ്ഞു. UDFും BJPയും ഒരുപോലെ ആവശ്യപ്പെട്ടത് പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്ന്. പിണറായി വിജയൻ്റെ അറസ്റ്റിനായി ED സംഘം നീങ്ങുമ്പോൾ മറുവശത്ത് വലിയ പ്രതിരോധവും പ്രതിഷേധ പ്രകടനങ്ങളുമായി CPM പ്രവർത്തകർ. എന്നാൽ EDയുടെ നീക്കം വ്യക്തമാണ്. അറസ്റ്റ് ചെയ്ത് പിണറായി വിജയനെയും മകളെയും BD എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകും? കൊച്ചിയിലെ ED സെൻറ്ററിലേക്കോ അതോ ഡൽഹിയിലേക്കോ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.